ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജീരിയൽ ഗ്രിഡ് ആണ്. ബ്ലേക്ക് ആൻഡ് മൂട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേര് കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെന്റൽ ഫ്രെയിംവർക്ക് ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. ഇനി എന്താണ് മാനേജീരിയൽ ഗ്രിഡ്? എളുപ്പമാണ്. ഒരു ലീഡർ ഉപയോഗിക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഫ്രെയിംവർക്ക് ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. ഒരു ലീഡർ ഫോളോ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ആണെന്ന് തിരിച്ചറിയാനുള്ള ഫ്രെയിംവർക്ക് ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. മാനേജർ അല്ലെങ്കിൽ ലീഡർ എത്രത്തോളം പ്രൊഡക്ഷനെ കുറിച്ച് ബോധേഡാണ്, അതുപോലെ തന്നെ കൺസേൺ ഫോർ പീപ്പിൾ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്: കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, കൺസേൺ ഫോർ പീപ്പിൾ. ഒരു മാനേജർ എത്രത്തോളം പ്രൊഡക്ഷനെ കുറിച്ച് കൺസേൺഡ് ആണ്, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ച് എത്രത്തോളം കൺസേൺഡ് ആണ്, ഈ രണ്ട് പാരാമീറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു ലീഡറിന്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണെന്ന് തിരിച്ചറിയുന്ന ഫ്രെയിംവർക്കിനെയാണ് മാനേജീരിയൽ ഗ്രിഡ്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, കൺസേൺ ഫോർ പീപ്പിൾ, എംപ്ലോയീസിനെ കുറിച്ച് എത്രത്തോളം കൺസേൺഡ് ആണ്, പ്രൊഡക്ഷനെ കുറിച്ച് എത്രത്തോളം കൺസേൺഡ് ആണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് മാനേജർ ലീഡർ ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്: കൺസേൺ ഫോർ പ്രൊഡക്ഷനും കൺസേൺ ഫോർ പീപ്പിളും. ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആണ്, വൈ ആക്സിസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കൺസേൺ ഫോർ പീപ്പിൾ ആണ്. ഇനി എന്താണ് കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും? അതിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർ എത്രത്തോളം അവിടുത്തെ എംപ്ലോയീസിനെ പരിഗണിക്കുന്നുണ്ട്, അവരുടെ പേഴ്സണൽ ആയിക്കോട്ടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ എത്രത്തോളം ഒരു ലീഡർ പരിഗണിക്കുന്നുണ്ട്, അവരുടെ നീഡിനെ കുറിച്ച്, അവരുടെ നീഡ്സ് എത്രത്തോളം ലീഡർ അഡ്രസ് ചെയ്യുന്നുണ്ട്, ഇതാണ് കൺസേൺ ഫോർ പീപ്പിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു, നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് റിസൾട്ട് കിട്ടുന്നത്, ആ റിസൾട്ടിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും എത്രത്തോളം എംപ്ലോയീസിന്റെ നീഡ്സ് പരിഗണിക്കുന്നുണ്ട്, എത്രത്തോളം റിസൾട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലീഡർ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഫ്രെയിംവർക്കിനെയാണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. അതിൽ 5 ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്: കൺട്രി ക്ലബ് മാനേജ്മെന്റ്, ഇംപവറിഷ് മാനേജ്മെന്റ്, മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെന്റ്, പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടീം മാനേജ്മെന്റ് ആണ്. ഓരോന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സിസിൽ കൺസേൺ ഫോർ പ്രൊഡക്ഷനും വൈ ആക്സിസിൽ കൺസേൺ ഫോർ പീപ്പിളും ആണ്. 1 to 9 ആണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇതില് ഇംപവറിഷ് മാനേജ്മെന്റ് നോക്കുക. ഇവിടെ കൺസേൺ ഫോർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൺസേൺ ഫോർ പീപ്പിളും എന്താണ്, ഏറ്റവും മിനിമം ആണ്. ടാസ്ക് മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ്. ടീം മാനേജ്മെന്റ് ആണെങ്കിൽ കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും ഹയർ ലെവലിലാണ്. കൺട്രി ക്ലബ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൺസേൺ ഫോർ പീപ്പിൾ ഉണ്ട്, പക്ഷെ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മിനിമം ലെവലാണ്. ഇതിന്റെ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നതാണ് മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറയാം. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോകും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറും പ്ലസ് ഏതാണെന്നുള്ള കാര്യവും കൂടി ഓർത്തിരിക്കേണ്ടതാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇംപവറിഷ് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലോ റിസൾട്ട് ലോ പീപ്പിൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിസൾട്ടും ലോയാണ്, കൺസേൺ ഫോർ പീപ്പിളും ലോയാണ്. ഇവിടെ കൺസേൺ ഫോർ പ്രൊഡക്ഷനും ലോയാണ്, കൺസേൺ ഫോർ പീപ്പിളും എന്താണ്, ലോയാണ്. രണ്ടും 1 and 1 തന്നെയാണ് വരുന്നത്. അപ്പം എംപ്ലോയീസിനെയും പരിഗണിക്കാറില്ല, പ്രൊഡക്ഷനെയും പരിഗണിക്കാത്ത മാനേജ്മെന്റ് സ്റ്റൈൽ ആണെങ്കിൽ അതിനെയാണ് ഇംപവറിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. എംപ്ലോയീസിനോടുള്ള കൺസേണും കുറവാണ്, പ്രൊഡക്ഷനോടുള്ള കൺസേണും കുറവാണെങ്കിൽ, ലോ റിസൾട്ടും ലോ പീപ്പിളും ആണെങ്കിൽ, രണ്ടും ഏറ്റവും മിനിമം ലെവലിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപവറിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ നോർമലി ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് പരിഗണിക്കുക. നമുക്ക് തന്നെ അറിയാം, റിസൾട്ടിനും പ്രാധാന്യം കൊടുക്കുന്നില്ല, എംപ്ലോയീസിനും പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ അത് വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെ സബോർഡിനേറ്റ്സിന്റെ നീഡും പരിഗണിക്കുന്നില്ല, അതുപോലെ തന്നെ പ്രൊഡക്ഷന്റെ ആവശ്യകതയും തിരിച്ചറിയുന്നില്ല.
ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്കിൽ ഒരു ലീഡർ ഫോളോ ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലോ റിസൾട്ട് ആൻഡ് ലോ പീപ്പിൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ പുവർ പെർഫോമൻസ് ആയിരിക്കും. ഓർഗനൈസേഷന്റെ മോശം പെർഫോമൻസിനെ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈല് കാരണമാവുകയുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ടേൺ ഓവർ, ഒരുപാട് എംപ്ലോയീസ് ആ സ്ഥാപനം വിട്ട് വേറൊരു സ്ഥാപനത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് കാരണമായേക്കാം. അടുത്തതാണ് മിഡിൽ ഓഫ് റോഡ് മാനേജ്മെന്റ്. മീഡിയം റിസൾട്ട്, മീഡിയം പരിഗണന. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ 5.5 മിഡിൽ ഓഫ് റോഡ്, ആവറേജ് ആണ്. ഇവിടെ റിസൾട്ടിനും ആവറേജ് പരിഗണന കൊടുക്കുന്നുണ്ട്, പീപ്പിളിനും എംപ്ലോയീസിനും ആവറേജ് പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മിഡിൽ ഓഫ് റോഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടും ആവറേജ് ആണ്. പ്രൊഡക്ഷനെ കുറിച്ച് ഒരു ആവറേജ് കൺസേൺ ഉണ്ട്, എംപ്ലോയീസിനെ കുറിച്ച് ഒരു ആവറേജ് കൺസേൺ ഉണ്ടെങ്കിൽ അതാണ് മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെന്റ് എന്ന് പറയാം. മീഡിയം റിസൾട്ട്, മീഡിയം പീപ്പിൾ. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഒരു മോഡറേറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്, ഒരു ആവറേജ് ലെവലിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ്. പ്രൊഡക്ഷനെ കുറിച്ചും പീപ്പിളിനെ കുറിച്ചും ഒരു ആവറേജ് ലെവലിലുള്ള കൺസേൺ മാത്രമേ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെന്റ് എന്ന് പറയാം. അവരെ എംപ്ലോയീസിന്റെ വെൽബീയിങ്ങിനെ കുറിച്ച് അവർ കൺസേൺഡ് ആണ്, പക്ഷെ ഒരു ആവറേജ് ലെവലിലേ ഉള്ളൂ. ഇതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എംപ്ലോയീസിൽ ഒരു മോഡറേറ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു ആവറേജ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് തോന്നാൻ കാരണമായേക്കാം. ഒരു ആവറേജ് ലെവലിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് മിഡിൽ ഓഫ് റോഡ് മാനേജ്മെന്റ് എന്ന് പറയാം. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആവറേജ് പെർഫോമൻസ് ഉണ്ടാവാനാണ് ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് കാരണമാകുക. നെക്സ്റ്റ് വൺ ആണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രൊഡ്യൂസ് ഓർ പെരിഷ്, ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നശിച്ചു പോവാന്നാണ്. അതായത് പ്രൊഡക്ഷൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതും എംപ്ലോയീസിന് ഏറ്റവും കുറവ് കൺസേൺ കൊടുക്കുകയും ചെയ്യുന്ന ലീഡർഷിപ്പിനെയാണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇവിടെ പരിഗണന ഉണ്ടായിരിക്കുക റിസൾട്ടിനാണ്. റിസൾട്ടിന് മാത്രമേ പരിഗണനയുള്ളൂ. മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. എംപ്ലോയീസിന് ഒരു പരിഗണനയും ഇല്ലെങ്കിൽ അതിനെയാണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്ന് പറയുക. ഇവിടെ നമ്മൾ ടാസ്ക് മാനേജ്മെന്റ് ഉദ്ദേശിച്ചത് തന്നെയാണ്. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ അത് അതിന്റെ ഹയസ്റ്റിലാണ്, പക്ഷെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ മാക്സിമം പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പരിഗണന കൊടുക്കുന്നുള്ളൂ. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യമൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് ഈസ് എ ലീഡർഷിപ്പ് സ്റ്റൈൽ ദാറ്റ് ഈസ് ഹൈ ഇൻ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ലോ ഇൻ കൺസേൺ ഫോർ പീപ്പിൾ. അപ്പൊ ഈ നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പ്രൊഡക്ഷനുള്ള കൺസേൺ ഏറ്റവും ഹയസ്റ്റിലാണ്, 9ലാണ്. ഇനി എംപ്ലോയീസിനുള്ള കൺസേൺ എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്. അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് എംപ്ലോയീസിന്റെ നീഡിനും എല്ലാത്തിനും ഉപരിയായിട്ട് റിസൾട്ടിനെ മാത്രം പരിഗണിക്കുന്നതാണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ എംപ്ലോയീസിന് ഏറ്റവും ലീസ്റ്റ് പ്രാധാന്യം കൊടുക്കുകയും പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ റിസൾട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും ജോലി ചെയ്ത് തീർക്കുക, എംപ്ലോയീസിന്റെ വെൽഫെയറിനേക്കാൾ എങ്ങനെയെങ്കിലും റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. അവർക്ക് അതോറിറ്റേറിയൻ ടെൻഡൻസീസ് ആയിരിക്കും ഉണ്ടാവുക. അവര് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, എംപ്ലോയീസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അല്ലാതെ എംപ്ലോയീസിന്റെ നീഡ്സിനെ കുറിച്ചോ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊന്നും ഇവിടെ ലീഡർ ബോധേഡ് ആയിരിക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും പോളിസി ആയിരിക്കും ഉപയോഗിക്കുക. പണിഷ്മെന്റും പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പണിഷ്മെന്റ് കൊടുക്കുന്നതിലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ആയിരിക്കും പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എംപ്ലോയീസിനെ തീരെ പരിഗണിക്കാത്ത, എല്ലാത്തിനും അപ്പുറത്ത് റിസൾട്ട് ഉണ്ടാവണമെന്ന് മാത്രം ചിന്തിക്കുന്ന, അവിടെ എംപ്ലോയീസിന്റെ നീഡ്സ് പരിഗണിക്കാത്ത ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്ന് പറയാം. അവർ അതോറിറ്റേറിയൻ ആയിരിക്കും. അവരെന്താണോ റൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ റൂൾസ് അതുപോലെ ഫോളോ ചെയ്യേണ്ടവരാണ് എംപ്ലോയീസ് എന്ന് ചിന്തിക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ് എന്നുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിൽ പറയുന്നത്. അടുത്തത് കൺട്രി ക്ലബ് ലീഡർ ആണ്. ഹൈ പീപ്പിൾ ലോ റിസൾട്ട്. നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കൺസേൺ ഫോർ എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസിന് മാക്സിമം പരിഗണന കൊടുക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ടിനെ കുറിച്ച് ലീഡർ അത്ര ബോധേഡ് അല്ല. ഇവിടെ കാണുന്നത് പോലെ തന്നെ
കൺസേൺ ഫോർ പീപ്പിൾ അതിന്റെ ഹയസ്റ്റിലാണ്, പക്ഷെ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലോ ലെവലിലാണ്. ഇപ്പൊ എംപ്ലോയീസിന്റെ വെൽഫെയർ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരിഗണിക്കാറുള്ളത്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ടിന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ എംപ്ലോയീസിന് ഏറ്റവും അധികം പരിഗണന കൊടുക്കുകയും റിസൾട്ടിന് ഒട്ടും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാത്ത ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് കൺട്രി ക്ലബ് ലീഡർ എന്ന് പറയാം. ഇതില് ഈ മെത്തേഡുകളിൽ ഏറ്റവും ഹയസ്റ്റ് കൺസേൺ എംപ്ലോയീസിനുള്ളത് കൺട്രി ക്ലബ് ലീഡറിലാണ്. എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കേസുകളിൽ ലീഡർ അസ്യൂം ചെയ്യാറുള്ളത്. ഇപ്പൊ എംപ്ലോയീസിന്റെ നീഡ്സ്, അവരുടെ ഫീലിങ്സ്, ഇതിനെല്ലാം ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് നടക്കും എന്നുള്ളതാണ് ഇതിൽ അസ്യൂം ചെയ്യുന്നത്. എംപ്ലോയീസിന്റെ കംഫർട്ടാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ ലീഡർ എന്ത് ചെയ്യില്ല, എംപ്ലോയീസിനെ പണിഷ് ചെയ്യാൻ അത്രത്തോളം വില്ലിങ് ആയിരിക്കില്ല. എംപ്ലോയീസിന് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എംപ്ലോയറും ലീഡറും തമ്മിലുള്ള, എംപ്ലോയീസും ലീഡറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് പറയാ, കൺട്രി ക്ലബ് ലീഡർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് മാക്സിമം പരിഗണന കൊടുക്കുകയും റിസൾട്ടിന് ഒട്ടും പരിഗണന കൊടുക്കുകയും ചെയ്യാത്തതാണ് കൺട്രി ക്ലബ് ലീഡർ എന്ന് പറയാം. ഇവിടെ അവർ ഏറ്റവും കൺസേൺ ഉള്ളത് എംപ്ലോയീസിനെ കുറിച്ചാണ്. അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവർ ഹാപ്പി ആണോ എന്നുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുക. റിസൾട്ടിനെ കുറിച്ച് അവർ ബോധേഡ് അല്ല. എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അവരുടെ അസംഷൻ. ഇങ്ങനെ എംപ്ലോയീസുമായിട്ട് വളരെ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിനെ പണിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ലീഡറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള പോലെയുള്ള ഒരു നല്ല സൗഹൃദമായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് പറയുന്നത് ടീം മാനേജ്മെന്റ് ആണ്. രണ്ടിനും ഹയസ്റ്റ് പരിഗണന കൊടുക്കുന്ന, പ്രൊഡക്ഷനും പരിഗണന കൊടുക്കുന്നുണ്ട്, എംപ്ലോയീസിനും പരിഗണന കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയുക. ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ കൺസേൺ ഫോർ പ്രൊഡക്ഷനും ഹയസ്റ്റ് ആണ്, കൺസേൺ ഫോർ പീപ്പിളും ഹയസ്റ്റ് ആണ്. എംപ്ലോയീസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എംപ്ലോയീസിന്റെ നീഡ്സും പരിഗണിക്കുന്നുണ്ട്, പ്രൊഡക്ഷനും പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയാം. ഹൈ പ്രൊഡക്ഷൻ, ഹൈ പീപ്പിൾ. ഈ മോഡലിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിന്റെ നീഡ്സിനെ ഇവർ അഡ്രസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിസൾട്ടിൽ ഒരു കോംപ്രമൈസ് വരരുതെന്നും ചിന്തിക്കുന്നവരാണ്. അവരവരുടെ ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന, എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ ഓർഗനൈസേഷൻ ഗോൾസിന് പരിഗണന കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ റിസൾട്ട് വേണമെന്ന് ചിന്തിക്കുകയും ചെയ്യും, എംപ്ലോയീസിനെ ഏറ്റവും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയാം. ഇപ്പോൾ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ നീഡ്സ് ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന്റെ നീഡ്സ് ഇവർ പരിഗണിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിലെ മെമ്പേഴ്സ് അവിടുത്തെ ലീഡർഷിപ്പ്, അവിടുത്തെ ഓർഗനൈസേഷന്റെ പർപ്പസിനെ കുറിച്ച് അവർ ബോധേഡാണ്, ഇതുപോലെയുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ അവരെ പരിഗണിക്കും. അതുപോലെ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനും അവർ ശ്രമിക്കുമെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയാം. ഇവിടെ ലീഡറും ഫോളോവേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ട്രസ്റ്റിന്റെ ബേസിലുള്ള, വളരെ റെസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, എംപ്ലോയീസിന് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒന്നായിരിക്കും. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ടീം മാനേജ്മെന്റ് ആണ്. എംപ്ലോയീസിനെയും പ്രൊഡക്ഷനെയും ഒരുപോലെ പരിഗണിക്കുന്ന മെത്തേഡാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹൈ പ്രൊഡക്ഷൻ ആൻഡ് ഹൈ പീപ്പിൾ. റിസൾട്ടിനെ കുറിച്ച് അവർ കൺസേൺഡ് ആണ്, എംപ്ലോയീസിനെ കുറിച്ചും കൺസേൺഡ് ആണ്. ഒരു സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങളെ കുറിച്ച് എംപ്ലോയീസ് അവെയർ ആണ്. അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ കൂടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. നമ്മൾ മാനേജീരിയൽ ഗ്രിഡ് ആണ് പഠിച്ചിട്ടുള്ളത്. ഒരു ലീഡർ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു മെന്റൽ ഫ്രെയിംവർക്ക് ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരിഗണിക്കുക, കൺസേൺ ഫോർ പ്രൊഡക്ഷനും കൺസേൺ ഫോർ പീപ്പിളും. എക്സ് ആക്സിസിൽ ഉണ്ടാവുക കൺസേൺ ഫോർ പ്രൊഡക്ഷനും, വൈ ആക്സിസിൽ ഉണ്ടാവുക കൺസേൺ ഫോർ പീപ്പിളും ആണ്. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ കൺസേൺ ഫോർ പീപ്പിൾ, ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ മനസ്സിലാക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയാം. 5 എണ്ണമാണ് അതിലുള്ളത്. കൺട്രി ക്ലബ്, ഇംപവറിഷ് മാനേജ്മെന്റ്, മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെന്റ്, പ്രൊഡ്യൂസ് ഓർ പെരിഷ് മാനേജ്മെന്റ്, ടീം മാനേജ്മെന്റ്. ഇതിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇംപവറിഷ് മാനേജ്മെന്റ് ഏറ്റവും ലോവസ്റ്റ് ആണ്. ഇംപവറിഷ് മാനേജ്മെന്റ് എന്ന് പറയാ.
അവിടെ ലീഡർക്ക് പ്രൊഡക്ഷനെ കുറിച്ചും കൺസേൺ ഇല്ല, പീപ്പിളിനെ കുറിച്ചും കൺസേൺ ഇല്ല, എംപ്ലോയീസിനെ കുറിച്ചും ബോധേഡ് അല്ല, പ്രൊഡക്ഷനെ കുറിച്ചും ബോധേഡ് അല്ല. ഏറ്റവും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇംപവറിഷ്ഡ് മാനേജ്മെന്റ് എന്ന് പറയാം. ടാസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള കൺസേൺ ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആണ് അവര്. എല്ലാത്തിലും അധികം റിസൾട്ട് ആണ് വലുതെന്ന് ചിന്തിക്കുന്നു. പക്ഷെ എംപ്ലോയീസിനെ കുറിച്ചുള്ള കൺസേൺ വളരെ കുറവാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് കൺട്രി ക്ലബ് മാനേജ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എംപ്ലോയീസിനാണ് ഏറ്റവും അധികം പരിഗണന കൊടുക്കുക. എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ ജോലി നന്നായിട്ട് ചെയ്യുമെന്നാണ് അസ്യൂം ചെയ്യുന്നത്. പ്രൊഡക്ഷനെ കുറിച്ച് അത്ര കൺസേൺ ഇല്ല, എംപ്ലോയീസിനെ കുറിച്ചാണ് കൺസേൺ ഉള്ളതെങ്കിൽ അതിനെയാണ് കൺട്രി ക്ലബ് മാനേജ്മെന്റ് എന്ന് പറയാ. ഏറ്റവും നല്ല സ്റ്റൈൽ എന്ന് പറയുന്നത് ടീം മാനേജ്മെന്റ് ആണ്. ഇവിടെ പ്രൊഡക്ഷനും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്, എംപ്ലോയീസിന്റെ നീഡും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസിനെയും പ്രൊഡക്ഷനെയും റിസൾട്ടിനെയും ഒരുപോലെ പരിഗണിക്കുന്നതാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.